എക്സ്ക്യൂസ് മീ സിസ്റ്റർ, ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ് എവിടെയാ? റൈറ്റിലോട്ടാണ്. റൈറ്റിലേക്ക്. ആ, റൈറ്റിലേക്ക് തിരിഞ്ഞാൽ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ് ആയി. പോയിട്ട് വാ. അപ്പൊ താൻ വരുന്നില്ലേ? താൻ പോയി കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തൊക്കെ പറഞ്ഞാൽ മതി, ഞാൻ സംസാരിച്ചോളാം. ഞാൻ ഇവിടെ ഉണ്ട്. ചെല്ല്. പിന്നെ അന്നത്തെ പോലെ ആക്രാന്തം കാണിക്കരുത് കേട്ടല്ലോ. പൊക്കോ. മ്യൂസിക് ഡിപ്പാർട്ട്മെന്റിലെ ശ്രീദേവി ടീച്ചർ. ശ്രീദേവി ടീച്ചറിനെ ഇന്ന് കണ്ടില്ലല്ലോ. ലീവ് ലെറ്റർ കൊടുത്തയക്കാന്ന് പറഞ്ഞിരുന്നു, കണ്ടില്ല. ആളിന്ന് ലീവാ. താങ്ക് യു. എന്തെങ്കിലും മെസ്സേജ്? ഇല്ല, നോ, ഇറ്റ്സ് ഓക്കേ. താങ്ക് യു. ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഈ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് എവിടെയാ? ഇതിലേ പോയാ മതി, ഈ വഴി. താങ്ക് യു. സിന്ദൂരാരണ വിഗ്രഹം ത്രിനയനം മാണിക്യമൗലിസ്ഫുരത്താരാനായകശേഖരാം സ്മിതമുഹീമാപീനവക്ഷോരുഹ പാണിഭ്യാമളിപൂർണ്ണയത്നേഷകം രക്തോൽപലം വിഭ്രതിം സൗമ്യാം രത്നകടസ്ഥരക്ഷരണം ധ്യായേത് പരാമംബികാം സിംഹാരൂഢാം ത്രിനേത്രാം കരതലവിലസൽ ശങ്കചക്രാചിരമ്യം ഭക്താഭീഷ്ടപ്രദാത്രീം ത്രിപുപധനകരീം സർവലോകൈകവന്ദ്യാം സർവാലങ്കാരയുക്താം ശശികുതമകടാം ശ്യാമളാംഗീം കൃപാദ്രാം ദുർഗാം ദേവീം പ്രപദ്യേ ശരണമഹമശേഷാപദ്ദുന്മൂലനായ ധ്യായേത് പദ്മാസനത്താം വികസിത. ഈശ്വര, നീ എന്നെ രക്ഷിച്ചു. പത്മാസനസ്ഥാം വികസിത വദനാം പത്മപത്രായതാക്ഷീം ഹേമാഭാം കൃഷ്ണവസ്ത്രാം കരകലിതല. നിന്നെ എന്താ ഇത്? വായിക്കാൻ ഇംഗ്ലീഷ് മലയാളം നീണ്ടു. ഇംഗ്ലീഷ് മലയാളം നീ കണ്ടു. കോളേജില് പിള്ളേരോട് കാണിച്ച തോന്നിവാസം ഭഗവാനോട് കാണിച്ചാ അങ്ങേരെ അതിന്റെ ഇരട്ടി തരും. ടീച്ചറിന്റെ ലീവ് ലെറ്റർ കൊടുക്കാൻ വേണ്ടി അഞ്ജന നേരത്തെ കോളേജിൽ പോയതുകൊണ്ടാ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞത്. അല്ല, എനിക്ക് അറിയാൻ പാടിട്ട് ചോദിക്കുക, എന്താണ് അച്ഛന്റെ ഉദ്ദേശം? അച്ഛൻ എന്തിനാ കോളേജിൽ പോയത്? മോനെ, ഉള്ള സത്യം പറയാലോ, ആ പ്രിൻസിപ്പലിനെ കണ്ട് +2 അഡ്മിഷന്റെ കാര്യം. +2 കോളേജില? അല്ലല്ല, ഇത് BSc. അച്ഛൻ എന്താ കോളേജ് പഠിക്കാൻ പോവാ? എനിക്കല്ല, എന്റെ ഒരു ഫ്രണ്ടിന്റെ മാന. ഏത് ഫ്രണ്ട്? നീ അറിയത്തില്ല? ഞാൻ അറിയാത്ത ഏത് ഫ്രണ്ട് അച്ഛനുള്ളത്? അല്ല, ഇതെങ്ങും സിംഗപ്പൂരിലുള്ള. സിംഗപ്പൂരും? ഞാൻ എന്താ അടങ്ങി നിക്കണേന്നറിയോ? പുറത്തിറങ്ങുമ്പോ നാട്ടുകാർ എന്നെ നോക്കി ദേ തന്തേ തല്ലി പോണു എന്ന് പറയിക്കാതിരിക്കാനാ. അടയ്ക്കാണ് ഈ മടിയിൽ വെക്കാം, അടയ്ക്കാൻ വരെ ആയാലോ. ഇനി ഇതുപോലെ കൂട്ടുകൂടി നശിക്കാനുണ്ട് ഭാവമെങ്കിൽ ഞാൻ കൊണ്ടേ വല്ല വൃദ്ധസദനത്തിലാക്കും. ഇതുപോലെ ഓരോ തന്തമാരുണ്ടായാൽ മതി, മക്കളുടെ മനസ്സമാധാനം കംപ്ലീറ്റ് പോകും. അവിടെ എന്നെ ഇനി മുറിന്ന് പുറത്തിറങ്ങരുത്. അത്താഴം പോയിട്ട് ഒരു തുള്ളി വെള്ളം പോലും ഞാൻ തരില്ല, നോക്കിക്കോ. ഞാൻ നേരത്തെ കഴിച്ചു. കഷ്ടം. ഏത് നേരത്തെ ഈശ്വര ഇങ്ങേരെ എന്റെ തന്ത ഏത്? ഓ, ഹലോ ഹലോ. ഹലോ ഹലോ ഹലോ.
എത്ര വിളിച്ചാലും കിട്ടുക എന്ന് വെച്ചാൽ ഇപ്പൊ എന്താ ചെയ്യാ? ആരെ അച്ഛൻ വിളിച്ചത്? ഞാൻ നമ്മുടെ ഓഡിറ്ററെ ഒന്ന് വിളിച്ചതാ. അയാളല്ലേ ഇങ്ങോട്ട് വിളിച്ചത്? എന്താ കാലത്തെ ആ, ഈ പറഞ്ഞ പോലെ അക്കാര്യം ഒന്ന് മറന്നു. പ്രായമായാൽ ഓർമ്മക്കുറവുണ്ടാവും. എന്താ പല പരസ്യം. ജ്യോതിഷ് ബ്രഹ്മി നെല്ലിക്കാത്തളം കുറച്ച് നോക്കണോ? ഹലോ ഹലോ ആരാത്? എന്താ വേണ്ടേ? ഹലോ, ഇത് ഏത് നമ്പറാണ്? നിങ്ങൾക്ക് ഏത് നമ്പരാ വേണ്ടേ? അല്ല, അഞ്ജനയാണോ? അതെ. പവിയ? അല്ല, അച്ഛൻ അങ്ങോട്ട് വിളിച്ചിരുന്നോ? എപ്പോ? കുറച്ചു നേരം മുമ്പ്. കൊറേ പ്രാവശ്യം റിങ് ചെയ്തു. ഹലോ പറഞ്ഞപ്പോ റിപ്ലൈ ഇല്ല. ആരാന്നറിയില്ല. എന്താ പവി? ബ്രേക്ക്ഫാസ്റ്റ് റെഡി. ഓക്കെ, ഐ വിൽ കോൾ യു ബാക്ക്. ബൈ ബൈ. ബാബാ ഇരുന്നു. അച്ഛൻ അഞ്ജനെ വിളിച്ചിരുന്നോ? ദാ ചെവിയും കേക്കണ്ടായ. അച്ഛൻ അഞ്ജനെ വിളിച്ചിരുന്നോ? ഞാൻ എന്തിനാ അഞ്ജനെ വിളിക്കുന്നത്? ഇതേ കള്ളത്തരം പറയരുത്. അച്ഛൻ ഫോൺ വെച്ച ഉടനെ ഞാൻ റീഡെയിൽ ചെയ്ത് നോക്കി. ഫോണിൽ ആ സൂത്രം വെച്ചിരിക്കുന്ന പിള്ളേർക്ക് കളിക്കാനൊന്നുമല്ല. വിളിച്ചൊന്ന് സമ്മതിച്ച എന്താ കുഴപ്പം? ആ ശരിയാ, വിളിച്ചു. എന്തിന്? ചമ്മന്തി വിളിക്കാം. ചമ്മന്തി ആവാണ്ട് നോക്കിയാ മതി. എന്തിനാ വിളിച്ചേ? അല്ല, ഈ അവിടെ ഒരു ടീച്ചർ ഉണ്ടല്ലോ, ഈ പാട്ട് പഠിപ്പിക്കുന്ന കാര്യം പറ. അച്ഛൻ എന്ത് ഗാനമേളയ്ക്ക് പോണ്ടോ? അല്ലല്ല, നമ്മുടെ ഈ മായക്കുട്ടി ഒന്ന് അയക്കാന്ന് വിചാരിച്ചു. മായക്കുട്ടിയാ? അവളൊരു മൂളിപ്പാട്ടെങ്കിലും പറഞ്ഞത് അച്ഛൻ ഇതുവരെ കേട്ടോ? ഒന്നുമില്ല, എന്നാലും നിന്റെ ചേട്ടന് ഭയങ്കര നിർബന്ധം പാട്ട് പഠിപ്പിക്കണമെന്ന്. എവിടെങ്കിലും കൊള്ളാവുന്ന ടീച്ചർമാരുടെ പറയണമെന്ന് എന്നോട് പല പ്രാവശ്യം പറഞ്ഞു. ചേട്ടൻ അങ്ങനെ പറയാൻ വഴിയില്ലല്ലോ. എന്താ എടാ, എന്തെങ്കിലും പറയാനുണ്ടോ? ഓർക്ക പറയണം. നിന്റെ ഈ പ്രായം കഴിഞ്ഞാൽ ഞാനും ഈ നിലനിർത്തിയത് മനസ്സിലായ? നിന്റെ ഈ കളിയൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ടോ? ഓ, പടത്തിലെ പെണ്ണിന്റെ വരെ കല്യാണായി. മെന്നെ മെന്നെ എന്തടാ വേണ്ട? ആയ് കള്ളം കിടന്ന് ഉറങ്ങ. മെന്നെ, ഞാൻ ഈ കേട്ടത് ശരിയാണോ? താൻ ആ പഴയ ലൈനിനെ വിട്ടുന്ന്. താൻ വിട്ടെങ്കി അവരുടെ റൈറ്റ്സ് എനിക്ക് ഇട്ട് തന്നേക്ക്, ഞാൻ കിട്ടിക്കോളാം. ആ കുട്ടിയെ ആദ്യം കണ്ടപ്പോഴേ എനിക്കുണ്ടായി ലവ്. എന്താ ശാലീനത, എന്താ തറവാടിത്തം, എന്താ ഒരെടുപ്പ്. ഉള്ളത് പറയാലോ, താൻ കല്യാണം കഴിക്കാഞ്ഞത് നന്നായി. തന്റെ കയ്യിൽ അത് നിക്കില്ല. താൻ വിഷമിക്കണ്ട. വലേന്ന് പോയാലും കുളത്തില് തന്നെയല്ലേ. തനിക്ക് ഇടയ്ക്ക് വല്ലപ്പോഴും വന്ന് കാണണമെന്ന് തോന്നുകയാണെങ്കിൽ ആ ഗേറ്റിന്റെ അവിടെ വന്നൊന്ന് കാണാലോ. അത്രേ ഉള്ളൂ കേട്ടോ. കൂട്ടുകാരന്റെ ഭാര്യ എന്ന് പറഞ്ഞ ആരാ? പെങ്ങളാ? മനസ്സിലായില്ല. അതാണ് ദേഷ്യം വരണേ. ഞാൻ അതങ്ങോട്ട് ക്ലിയർ ആക്കി തരാം. ഇപ്പോ തന്റെ മകനെ ഞാൻ വേറെ ആരെങ്കിലും ആയിട്ട് കാണണ്ട. എന്റെ കൂട്ടുകാരന്റെ മകനായിട്ടാ. അതുപോലെ എന്റെ ഭാര്യയെ താൻ സ്വന്തം പെങ്ങളായിട്ട് കാണണം. അത്രേ ഉള്ളൂ. അളിയൻ അങ്ങോട്ട് കിടന്നേ. ഇനി എനിക്ക് അളിയന്റെ സമ്മതം വേണം. സമ്മതിച്ചു എന്ന് വെച്ച് അളിയനെ ഇനി കല്യാണാലോചന എന്ന് പറഞ്ഞ് ഞാൻ ബുദ്ധിമുട്ടിക്കില്ല. ഒരച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഈ കല്യാണം നടത്തി തരാന്ന് അളിയന്റെ മൂത്ത മകനും അവന്റെ ഭാര്യ ഗിരിജയും സമ്മതിച്ചിട്ടുണ്ട്. അളിയ ഒന്ന് സമ്മതിച്ചാ മാത്രം മതി. ഒന്ന് സമ്മതിച്ചു ഒന്ന് പറയാളിയ. ഒരു അത്യാവശ്യമായിട്ടല്ലേ? അത് മതി അളിയ, അത് മതി. ദേ, ഈ കല്യാണത്തിന് പാരിതോഷികമായിട്ട് എനിക്കും ടീച്ചർക്ക് ഉണ്ടാവണ ആദ്യത്തെ കുട്ടിയെ ഞാൻ എങ്ങനെ കൊണ്ടുവന്ന് നടയിരുത്തും. അളിയനാണെങ്കിൽ അമ്മയില്ലാത്ത കുട്ടികളെ വളർത്തി നല്ല ശീലാണല്ലോ. ഒന്ന് ഇറങ്ങിപ്പോഴോ? ആ, എനിക്ക് സമയമില്ല, ഞാൻ പോവാ. കല്യാണത്തിന് അളിയൻ താടിയൊക്കെ പഠിച്ച് മിടുക്കനായിട്ട് വന്നോളോട്ടോ. ചന്തിലടിപ്പഴമാങ്ങ. പഴയ കാമുയിക്ക് ഒരാളെ കിട്ടിയ സന്തോഷത്തിലെ നിന്റെ അച്ഛൻ. നാണല്ല? ഇല്ല, നിന്റെ അമ്മയൊന്നുമല്ലല്ലോ ഞാൻ കെട്ടണത്. നാണിച്ചു നിന്നാ നിന്റെ അച്ഛന് പറ്റിയതുപോലെ മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയത് കാണേണ്ടി വരുമടാ. ആണ്ടിലൊരിക്കൽ പല്ല് തേക്കുന്നവനെ.
എന്റെ ഈശ്വര, അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. ഞാൻ പല്ല് വെച്ചിട്ടില്ല. ആ ബ്രഷ് ഇടുന്നേ. ബ്രഷ് ഇവിടെ. ഒരു പൊട്ടൻ ചെക്കൻ. ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായോടാ കഴുതേ? എടാ, എസ്റ്റീം എന്ന് പറഞ്ഞാൽ അതൊരു കാറിന്റെ പേരല്ലേ? അതെ. അതെന്തിനാ കല്യാണക്കുറിയിൽ അടിക്കണേ? വി സോളിസിറ്റ് യുവർ എസ്റ്റീംഡ് പ്രസൻസ് എന്ന് പറഞ്ഞാൽ താങ്കളുടെ മഹനീയ സാന്നിധ്യം ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ്. അപ്പൊ പിന്നെ അത് മലയാളത്തിൽ അടിച്ചാ പോരെ? അത് ഇംഗ്ലീഷിൽ തന്നെ വേണമെന്ന് ഗിരിജക്ക് വലിയ നിർബന്ധം. നമ്മള് സായിപ്പ്മാരെ ഒന്നല്ലോ ക്ഷണിക്കണത്, മലയാളത്തിൽ അടിച്ചാ മതി. അല്ല, ഇപ്പൊ അളിയന്റെ അഭിപ്രായം എന്താ? മലയാളത്തിൽ പോരെ? നിങ്ങളാവുമ്പോ ഈ കവിതയും സാഹിത്യമൊക്കെ ഉള്ള ആളല്ലേ? മലയാളത്തിൽ നല്ലൊരു ക്ഷണക്കത്ത് എഴുതി. ഈ ക്ഷണക്കത്ത് കണ്ട കല്യാണത്തിന് ആളുകൾ വരണം. ഞാൻ പറഞ്ഞില്ലേ, പെണക്ക. പെണ്ണ് കാണാൻ പോകുമ്പോ താനും കൂടി വേണമെന്ന് ഞാൻ പറഞ്ഞതാ. ഇവനും ഗിരിജയെ സമ്മതിക്കാഞ്ഞത്. ഉള്ള കാര്യം പറയാലോ, ഞങ്ങള് രാവിലെ പെണ്ണ് കാണാൻ പോയി. ശ്രീദേവി പറഞ്ഞു അത്രേ, എന്തിനാ ഇങ്ങനൊരു ചടങ്ങ്? ചെറുക്കനും പെണ്ണും നേരത്തെ കണ്ടിട്ടുള്ളതല്ലേ, എത്രയും വേഗം കല്യാണം നടത്തിയാൽ മതി. അല്ല, അവിടെ ഇവിടെയൊക്കെ ആളുകൾ അറിഞ്ഞു പോയില്ലേ, മാനക്കേട് മാറ്റണ്ടേ? അതിപ്പോ നാരായണനല്ല, ആരായാലും അവർക്ക് ഈ ചടങ്ങ് നടത്തിയാൽ മതിയെന്ന എഴുതിയാ. ആ, അവളുടെ മനസ്സ് മാറുന്നതിന് മുമ്പ് സംഗതി നടത്താമെന്ന് ഞങ്ങൾ അങ്ങോട്ട് തീരുമാനിച്ചു. ദേ, കല്യാണ സാരി എടുത്തു. ഇത് ഗിരിജയുടെ സെലക്ഷൻ, ഇത് എന്റെ സെലക്ഷൻ. ഇതില് ബ്ലൗസ് പീസും ഉണ്ട്. ഇതിലേതാ നല്ലത്? മേനോ കണ്ട് ഓക്കെ പറഞ്ഞാലേ എനിക്ക് തൃപ്തിയാവൂ. ദേ നോക്കിയേ, ഇതല്ലേ നല്ലത്? ദേവിക്ക് ചേരുന്നത് ഇതാണെന്ന് ഞാൻ പറഞ്ഞു. ആ നിറവും തുടിപ്പും എടുപ്പും ഇതങ്ങോട്ട് ഉടുത്തു വന്ന എന്റെ മേനെ കുമരകത്ത് ഹണിമൂൺ കോട്ടേജ് ബുക്ക് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഒരാഴ്ച ഞാനൊന്ന് അങ്ങോട്ട് അർമാദിക്കും. പറ, ഇതിലേത് വേണം? ദേ, മേനോനൊന്ന് കണ്ണടച്ചിട്ട് ദേ അതിലൊന്ന് തൊട്ടാ മതി. തൊട്ടു മേനെ, തൊട്ടുറ കുട്ടാ. എടുത്തോട്ട് പോടും മേനെ. അവളുടെ പേര് പറയാനുള്ള യോഗ്യത ഉണ്ടോ എനിക്ക്? അവളെ ദേവി എന്ന് വിളിക്കാൻ ഈ ലോകത്ത് എനിക്കേ അവകാശമുള്ളൂ, എനിക്ക് മാത്രം. അല്ല, എന്ന് പറഞ്ഞ അച്ഛൻ പിന്മാറിയത് കൊണ്ടല്ലേ ഞങ്ങൾ ഇങ്ങനെ തീരുമാനിച്ചത്. ഇനിയിപ്പോ അവകാശവും പറഞ്ഞുകൊണ്ട് വന്നാൽ പറയൂടാ. എന്റെ മനസ്സ് തിരിച്ചറിയാൻ വയ്യാത്ത നിനക്ക് നിന്റെ പെണ്ണും പിള്ളയ്ക്കും വേണ്ടി ഞാൻ പിന്മാറുന്ന പ്രശ്നമില്ല. മേനെ, താൻ കാര്യമായിട്ടാണോ ഈ പറയണേ? അതേടോ, ആർക്കെങ്കിലും ധൈര്യം ഉണ്ടെങ്കിൽ എതിർക്ക്. ഇനി എന്ത് സംഭവിച്ചാലും ഈ തീരുമാനത്തിൽ മാറില്ല. ഇല്ലടാ, കൃഷ്ണൻകുട്ടി മേനാണ് പറയുന്നത്. പവി, അഞ്ജനെ വിളിക്ക്. ആ കുട്ടി വല്ലാതെ പരിഭവിച്ചോണ്ട് ഇറങ്ങിപ്പോയത്. വിളിക്ക്.